വേദന എടുക്കുമ്പോ പറയണേ അമ്മേ. ഇല്ലെന്ന് എണ്ണ ഇട്ടാ പെട്ടെന്ന് പോകും. കൊണ്ടുപോയി മുറിപ്പിക്കണം. ഒന്ന് പൊയ്ക്കൊന്ന്. ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഊരിയെടുക്കും. ഞാൻ ഊരിയെടുക്കുമ്പോ അമ്മയ്ക്ക് സന്തോഷമായിട്ട് അമ്മയും മോതിരം എനിക്ക് തരും. എന്റെ 2-3 ജോഡി കമ്മലിരിപ്പുണ്ട്. അതെല്ലാം കൂടെ കൊണ്ടു കൊടുത്ത് ഞാൻ എന്റെ കയ്യിൽ നല്ലൊരു വള വാങ്ങിച്ചിടും. സ്വർണത്തിന് 1,00,000 രൂപ കഴിഞ്ഞ് അമ്മയെ മൊത്തത്തിൽ എടുത്തിട്ട് ആൾക്കാര്. എന്നിട്ട് എടാ എന്നെ കൊണ്ടുപോയി കൊന്നാലും ശരി തന്നെ എന്റെ കയ്യിൽ നിന്ന് ഒരു തരി സ്വർണം ഞാൻ ചെലവാക്കത്തില്ല. അദ്ദേഹം ചോര നീരാക്കി ഉറുമ്പ് അരി വറക്കുന്നത് പോലെ നുള്ളിപ്പറക്കി ചേർത്ത് വെച്ചുണ്ടാക്കി തന്നതാ എനിക്ക് കാണുന്നത്. അറിയാമോ? അത് നേരാ. അച്ഛനെ എന്ത് സംഭവിച്ചാലും അമ്മയുടെ സ്വർണത്തിൽ തൊട്ട് കളിക്കില്ല. അതൊക്കെ ഏട്ടന്. എനിക്ക് എത്ര മോതിരമുണ്ട്, വളയുണ്ട്, മാലയുണ്ട്, ഒന്നും അറിയാൻ പാടില്ല. ആണെന്റെ തോന്നല്. നിനക്ക് എത്ര വളയുണ്ട്, എത്ര മാലയുണ്ട്, എത്ര മോതിരമുണ്ട്, ഇതിൽ ഏതൊക്കെ പൊട്ടിയതാണ് പൊട്ടാത്തതാണ്, ഇതെല്ലാത്തിനും ലിസ്റ്റ് ഇവിടെ ഉണ്ട്. അല്ല പിന്നെ വീട്ടിലെ പാത്രത്തിന്റെ കണക്ക് വരെ അറിയാവുന്ന. പക്ഷെ ഒരു കാര്യം പറയല്ല, ഇവനവന്റെ അച്ഛന്റെ സ്വഭാവമല്ല. അദ്ദേഹം അറുത്ത കഴിക്കുന്ന ഉപ്പ് തേക്കത്തില്ലേ? സത്യമായിട്ടാണ്. യോ എന്റെ ദൈവമേ, ഇത് നേരെ തിരിച്ചു. ഇവനാണെങ്കിൽ ദാനശീലനാ. ആർക്ക് എന്ത് വേണമല്ലോ എന്റെ മോൻ കൊടുക്കും. അയ്യോ, അത്രയ്ക്ക് അങ്ങ് പാവൊന്നും ആക്കണ്ട. ആരെങ്കിലും എന്തെങ്കിലും ചതിച്ചു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഈ കാണുന്ന ആളല്ല. അന്നേരം വലിച്ചു കീറി മനുഷ്യനെ ഭിത്തിയിലൊട്ടിക്കും. പിന്നെ നമ്മളെ പറ്റിക്കാൻ നമ്മള് വെറുതെ വിടണോ അമ്മ? പിന്നെ അന്നേരം തയ്യാലും ഒന്നുമല്ല. അത് ഊരാൻ പറ്റില്ല. നമുക്ക് സോപ്പിട്ട് നോക്കാം അമ്മ. എന്നാ ഞാൻ അന്നേരം സോപ്പിടാം അമ്മ. ഞാനേ ഇവള് പരാജയപ്പെട്ട ഞാൻ വന്നിട്ട് നാളെ ശരിയാക്കിയത് കേട്ടാ. ഏട്ടാ നീ പാർട്ടിയെ കഴിഞ്ഞിട്ട് വരുവോ രാത്രി? എത്ര രാത്രിയാലും ഞാൻ എന്റെ ഭാര്യ അടുത്തേക്ക് വരും. വേണ്ട വേണ്ട, കള്ളു കുടിച്ചിട്ടാണെങ്കിൽ വരണ്ട. അവിടെ എവിടെയെങ്കിലും കിടന്നിട്ട് രാവിലെ വന്നാൽ. ആരുടെ പാർട്ടിയാടാ? ഗോവസാറിന്റെ മോളെ കല്യാണം കഴിഞ്ഞു, പൊന്മുടി എസ്ഐയുടെ. അപ്പൊ നമ്മുടെ ബാച്ചിലേഴ്സിന് ഒരു പാർട്ടി. ഭയങ്കര ആഗ്രഹം തന്നെ. കേളവൻ പോസ്റ്റ്മാൻ ക്ലീറ്റസ് മത്തായി ആണോ? ക്ലീറ്റസ് മത്തായി അല്ലല്ല, ഒരു ലില്ലി കനകൻ. ആർക്കാ? ലില്ലി കനകൻ. എനിക്കാ? എന്തിന്റെ കഥാ? ഒരു ബാങ്കിൽ നിന്നുള്ളതാ, ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്ന്. എനിക്ക് ബാങ്കുമായിട്ട് ഇടപാടൊന്നും ഇല്ലല്ലോ. നോക്കാം, വല്ല തുറന്നു നോക്കുമ്പോ അറിയാലോ. എവിടെയാ? താഴെ ഇവിടെ. ഇവിടെ ശരി. എന്താടി? എന്താന്ന് അറിയുന്നില്ല. നോക്കട്ടെ. എന്താടി? എന്തോന്ന്? സ്വർണം പണയം വെച്ച പറ. നിനക്ക് ഞങ്ങൾ ആരും അറിയാത്ത കടം എന്തെങ്കിലും ഉണ്ടോ? എന്റെ ചേച്ചി, ഞാൻ ചേച്ചിയോട് പറയാന്ന് പറഞ്ഞില്ലേ, പിന്നെ പറയാം. എന്തിനാ പിന്നെ ആക്കണേ? ഇപ്പൊ പറ. ഇപ്പൊ പറയാൻ പറ്റത്തില്ല. എടി, ഈ വീട്ടിൽ ഇത്രയും പേരില്ലേ? ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? നിനക്ക് ഒരാളോടെങ്കിലും ഒന്ന് രഹസ്യമായിട്ടാണെങ്കിലും പറഞ്ഞൂടെ? ആരോടെങ്കിലും അല്ല പറയേണ്ടത്, സ്വന്തം ഭർത്താവിന് വില കൊടുക്കണം. അല്ല, ഇനി അവൻ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കുക എന്ത് വേണമെന്ന്. അമ്മ അതിങ്ങ് തന്നെ. തരുന്നില്ല അമ്മ. ഇനി ഇത് അവനറിയണ്ട. അവന്റെ സ്വഭാവം അല്ലെങ്കിൽ അമ്മയ്ക്ക് അറിയാലോ. എന്തോന്ന് സ്വഭാവം? അവന്റെ സ്വഭാവമാണോ മോശം? എവന്റെ സ്വഭാവം? എടി ലില്ലി, പറ. ഇത് ആർക്കാണെന്ന് പോട്ടെ, എന്തിനാ വെച്ചതെന്നെങ്കിലും പറ. നീ കണ്ട, ഒരക്ഷരം പുറത്തോട്ട് വരത്തില്ല. പറയാൻ പറ്റുന്ന ആളിനല്ല അവള് കൊടുത്തിരിക്കുന്നു. ചുമ്മാ വായി വെച്ചിട്ട് മിണ്ടായിരുന്നു കേട്ടോ. പിന്നെ
പിന്നെ എൻ്റെ വായടയ്ക്കാനൊന്നും നീ ഒന്നും ശ്രമിച്ചാൽ നടക്കത്തില്ല. എൻ്റെ വായടയ്ക്കത്തതുമില്ല. ഇതെൻ്റെ മോൻ്റെ ജീവിതം. എടി ലില്ലി, ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ചോദിക്കുമല്ലോ എടി. ഇതിപ്പോ ഇത്രയും ഇങ്ങനെ ലേലത്തിൽ വെക്കണമെങ്കിൽ ഇപ്പൊ കുറെ നാളായിട്ട് ഇത് പണയത്തിലാണോ? ഇത്രയും നാളായിട്ട് ഭർത്താവിനോട് പറയാത്ത ഇവളെ എങ്ങനെ വിശ്വസിക്കണം നമ്മൾ? എടി നീ പറ, എങ്ങനെ വിശ്വസിക്കണം? ഞാൻ എന്ത് പറയാൻ, അതേ പറയേണ്ട ആളൊരു അക്ഷരം ഇണ്ടാതിരിക്കുന്നു. നിനക്ക് തോന്നുമ്പോ നീ വന്ന് പറ, അല്ലാതെ എനിക്ക് എന്റെ വീട്ടിൽ ചാകാനൊന്നും പറ്റില്ല. അച്ഛൻ ഒരു കാര്യം ആലോചിക്കണം. ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഹായിക്കാനായിട്ട്. കേട്ടല്ലോ? അതിനിപ്പം അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പൊ വർക്ക്ഷോപ്പും ഇല്ല. വർക്ക്ഷോപ്പ് ഇപ്പൊ ഇല്ലാത്തത് എന്റെ കുഴപ്പമാണ്, എന്റെ കുറ്റാണ്. ഞാൻ എല്ലാരോടും പറയും അച്ചാച്ചനാണ് ഞാൻ കൊടുത്തത്. അമ്മ പറയണ ഞാൻ കണ്ടോമാർക്ക് എടുത്തു കൊടുത്തിരിക്കും. ഇതിപ്പോ കനകമ്മച്ചപ്പ എടുത്ത് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ പുള്ളി സമ്മതിക്കത്തില്ലെന്ന് അറിയാവുന്നതല്ലേ നമ്മൾ രഹസ്യമായിട്ട് നീക്കം ചെയ്ത്. ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ദോഷം കിട്ടുന്ന ലില്ലിപ്പെണ്ണ. പിള്ളേരെ തലയെ തൊട്ടിട്ട് ആരും അറിയാതെ ഇടയ്ക്ക് എടുത്തരാൻ സത്യം ചെയ്തേക്കുന്നത്. ഇത് ഞാൻ ആരോടും പറയുന്നില്ല, എനിക്ക് എടുത്തതാ, എനിക്ക് നാളെ തന്നെ എടുത്തതാ. പെട്ടെന്ന് ഞാൻ കുട്ടി കൂടത്തില്ല ലില്ലിപ്പെണ്ണെ. ഇതിപ്പോ ബാങ്ക് അങ്ങനെ പെട്ടെന്ന് നോട്ടീസ് അയച്ചതല്ല. അവനെന്നെ വിളിച്ചപ്പോഴൊക്കെ ഞാൻ സാവകാശം ചോദിച്ചിരുന്നു. അവര് വിളിക്കുന്നുണ്ടായിരുന്ന? അതെങ്കിലും എന്നോട് പറയാറുന്നില്ലേ? നോട്ടീസ് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്തെങ്കിലും തിരുമല നടത്തി എടുക്കാന്ന് വെച്ചിട്ട് നടന്നില്ല. എങ്ങനെയെങ്കിലും എടുത്തു വന്നു. അല്ലെങ്കിൽ ഇതിപ്പോ ലേലം ചെയ്ത് പോണതല്ല, നേട്ടിനറിഞ്ഞാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കേ. എന്നെ കൊല്ലും. ഞാനിവിടുന്ന് എങ്ങോട്ടെങ്കിലും പൊക്കളയും. ഒന്നും പറയല്ലോ. പെട്ടെന്ന് ഞാനിപ്പോ എന്തോ ചെയ്യുന്ന ഒരു പിടിയില്ല. എന്റെ ദൈവമേ, ഞാൻ എന്തൊരു കഷ്ടകാലത്തിലാണ് എടുത്തു തന്നത്. മക്കള് കരയല്ലേ? വീട്ടിൽ പോകും. ആരെങ്കിലും കണ്ട പ്രശ്നമാണ്. പ്രശ്നമാവട്ടെ. പ്രശ്നമായി. ആങ്ങളെന്നെ സഹായിക്കണതൊക്കെ കൊള്ളാം, പക്ഷെ ആങ്ങളമാരുടെ സ്വഭാവം കൂടി നോക്കണം സഹായിക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എന്ത് വേണേലും പറഞ്ഞു. രണ്ടടി അടിച്ചോ, എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ദേ റൊണാൾഡോ, നീ മിണ്ടരുത്. നീ അവളെ പറ്റിച്ചതാന്ന് എനിക്കറിയാം. പറ്റിച്ചതില്ല തങ്ക ചേട്ടത്തി, സാഹചര്യം. എന്ത് സാഹചര്യമാടാ? നിനക്ക് എന്ത് സാഹചര്യം ഉള്ളത്? നീ നിന്റെ സാഹചര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നശിപ്പിച്ചതാ. നല്ലൊന്നാതിരം വർക്ക്ഷോപ്പല്ലേ ഇട്ടത് അല്ലേ? അത് മര്യാദക്ക് അത് തുറന്ന് പണിയെടുത്തായിരുന്നെങ്കിൽ ഇപ്പം ഈ അവസ്ഥ വരുമായിരുന്നോ? അതെങ്ങനെയാ? അപ്പൊ അവിടെ വാടകയും കൊടുക്കാതെ കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് നടന്നു ഇല്ലേ? അവളെ എത്ര ഒരു കൊല്ലായില്ലേടി ഇപ്പൊ? അവളെ എത്ര പ്രാവശ്യം അത് എടുത്തു തരാൻ വേണ്ടിട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും? ചേച്ചി, ഞാൻ എപ്പോഴും ചോദിക്കും ചേച്ചി. അപ്പൊ പറയും ഇന്ന് തരാം നാളെ തരാന്ന് പറയും. ഞാൻ അത് വിശ്വസിച്ച്, ഞാനാണ് മണ്ടി. എല്ലാ തെറ്റും എൻ്റെ ഭാഗത്താ. ഞാൻ എന്ത് വേണേലും ചെയ്യും. പിന്നെന്താ കുഴപ്പം? അവളെയും കൂട്ടി പോയിട്ട് നാളെ അതങ്ങ് എടുത്തു കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാമെങ്കിൽ. അല്ല, ബാങ്കിൽ ഇപ്പൊ ലില്ലിപ്പെണ്ണ് വരണമെന്നില്ല. അവിടെ പോയി ഷൂ എന്ന് പറഞ്ഞൊരു ഒപ്പം ഞാനിട്ട് കൊടുത്താലും മതി. കാര്യം പ്രൈവറ്റ് ബാങ്കുകാരല്ലേ, അവർക്ക് പൈസ അത്യാവശ്യം. എന്നാ പിന്നെ പോയി എടുത്തോണ്ട് വാ. അല്ല, പോയി എടുക്കണേ, പണം അടയ്ക്കാൻ പൈസ വേണ്ടേ? പൈസ നീ ഒപ്പിക്കണം. നീയല്ലേ പൈസ കൊണ്ടുപോയി പുട്ടടിച്ച് തിന്നത്, അവളുടെ വള പണയം വെച്ചത് അല്ലേ? പൈസ പോയി ഒപ്പിക്ക്. ദേ, എന്നാണെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം വരുമെന്ന് നിനക്കറിയായിരുന്നല്ലോ ഇല്ലേ? അപ്പൊ അവൻ സ്വന്തം പെങ്ങളല്ലേ, അവളുടെ ജീവിതത്തിനെ പറ്റി നീ എന്തെങ്കിലും ചിന്തിച്ചോ? അവന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ അല്ലേ? എനിക്കാണ് എന്ത് ചെയ്യണോന്ന് അറിയാമല്ല. കയ്യും ഒന്നും ചെയ്യണം, തലമുട്ടി നിക്ക പോയി. എന്റെ സാഹചര്യം അറിയാലോ, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇതിപ്പം അവന് ഏറ്റവും കൂടുതൽ വിഷമാവാൻ പോണ എന്താ? വള പോയതിന്റെ ഒന്നും അല്ല. നീ അവനോട് കാര്യം പറഞ്ഞില്ല, നുണ പറഞ്ഞ് അവൻ എടുത്തു കൊടുത്തതായിരിക്കും അവന് ഏറ്റവും സങ്കടം വരാൻ പോകുന്നത്. എന്തിനാ അച്ഛാ എന്നെ ഇങ്ങനെ ചതിക്കുന്നത്? ചതിച്ചതല്ല മോളെ, ഇത് ചതിച്ചതല്ല, ഇതിന് ചതിന്ന് തന്നെയാ പറയണത്. അല്ല, അവൻ എപ്പോ വരും? നാളെ. ഒരു കാര്യം ചെയ്, നാളെ അവൻ വന്നതിന് മുമ്പ് അമ്മേനോട് എങ്ങനെയെങ്കിലും സോപ്പ് ഇട്ടിട്ട് ആ കടലാസം മേടിച്ച്. ആ കടലാസ് ഇട്ടിട്ട് എന്ത് കാര്യത്തിനാ? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും, നോക്കാം. ആദ്യം കടലാസ് മേടിക്ക്. എന്റെ ജീവിതം തകർന്നു, അത് തന്നെ. മക്കളൊക്കെ ഒന്നും പറയാതെ അങ്ങേട്ടത്ത് എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്തു തരാതിരിക്കും. ഞാനേ
അല്ല അമ്മ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നൊന്നും കഴിച്ചില്ല അമ്മ. അല്ല ഞാൻ ചോദിക്കട്ടെ, ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്തോന്നാ? അമ്മ ഇവിടൊക്കെ നിറച്ച് പൊടിയാ, ഡസ്റ്റ് അലർജി വരും. അയ്യോ, ടെസ്റ്റ് അലർജി. എനിക്ക് ടെസ്റ്റ് അലർജിയേ ഇല്ല. ഇതെന്ത് പാട്? എന്തോന്ന് പാട്? പാടുമില്ല. ഇപ്പൊ ഈ ലോകം മുഴുവനേ ആ പനിയും പകർച്ചവ്യാധിയൊക്കെ ഉണ്ട്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലീൻ ചെയ്യാൻ നേരം ഞങ്ങൾ വന്നത്. എനിക്ക് ഒരു പകർച്ചവ്യാധിയും വരത്തില്ല. നിന്റെ പെങ്ങളുടെ വ്യാധി മാറ്റാനല്ലേ നീ ശ്രമിക്കുന്നത്? ആ കത്ത് കിട്ടാൻ പോകുന്നില്ല. അയ്യേ, എന്താ കത്തമ്മ? അയ്യോ, എന്തോ ഒന്നും അറിയാൻ വയ്യാത്തുള്ള കുഞ്ഞ് പച്ചവെള്ളം ചവച്ചു പിടിക്കുന്ന മോള്. എൻ്റെ മക്കള് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തായാലും എനിക്കൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. പെറ്റ വയറിൻ്റെ വേദന പെറ്റ വെള്ളക്കല്ലേ അറിയാൻ പറ്റൂ. ഗുഡ് നൈറ്റ്. എന്റെ പൊന്നുലില്ലി, നീ വിഷമിക്കാതിരിക്കടി. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. മനുഷ്യനെയും കൂടി കൊല്ലുമല്ലോ ഇവള്. എന്താ അമ്മ മാമിക്ക് വിഷമം? ഒന്നുമില്ലപ്പ. എന്താ മാമി പറ, ഞാൻ ഉണ്ടല്ലോ. ഇങ്ങനെങ്കിലും അങ്ങനെ പറയാൻ തോന്നിയല്ല. ഇവിടെ ഇപ്പൊ നിന്റെ കൂടെ ആരും ഇല്ലാതെയൊന്നും ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ, അമ്മ ഒന്ന് ഉറങ്ങട്ടെ, ഞാനത് പോയി തപ്പി എടുക്കാന്ന്. ചേച്ചി ആ പേപ്പർ ഇട്ടിട്ട് എന്താണ് ചേച്ചി കാര്യം? അത് ഇട്ടിട്ട് വല്ല കാര്യമുണ്ടാ? വളയല്ലേ വേണ്ടത്. എനിക്കെന്തോ വലുതെന്തോ വരാനുണ്ടെന്ന് തോന്നുന്നു. എന്റെ ജീവിതത്തിലെ സന്തോഷമൊക്കെ പോയി. നിനക്കിപ്പോ നല്ല സുഖവും ആശ്വാസം ഉണ്ടല്ലോ അല്ലേ? അല്ലേ? പെങ്ങളെ പെങ്ങളെ ലില്ലിപ്പെണ്ണെ ലില്ലിപ്പെണ്ണെ എന്ന് വിളിച്ച് വിളിച്ച് അവൾക്ക് ഇത്രയും അവളോട് ഇത്രയും വലിയൊരു ചതി ചെയ്തപ്പോ നല്ല ആശ്വാസം ഉണ്ടല്ലോ. ഒരു നിമിഷം ആ പെണ്ണിനെ പറ്റി ചിന്തിച്ചോടാ നീ? ഒതുക്കത്തിൽ പോയിട്ട് വളയും മേടിച്ച് എന്നിട്ടിപ്പൊ കൈ മലത്തി നിക്കുവാണ്. മേടിച്ച തിരിച്ചു കൊടുക്കണമെന്ന് അറിയാൻ പാടില്ലേ? റൊണാൾഡേ, ബാ കഴിക്കാൻ വാടാ. എടാ ചെറുക്ക, റൊണാൾഡേ, എടാ റൊണാൾഡേ, ഉറക്കമാണോ? എടാ പോത്തെ, ഉണ്ടാക്കി വെക്കാനല്ലോ മടുവിനെയൊക്കെ വിളിച്ചോണ്ട് വരാനെടാ. ഇവനിതോടെ പോയി? റൊണാൾഡേ, ചേടാ ബാഗൊക്കെ എന്തിവന്റെ? എന്റെ ദൈവമേ, മെമ്പറേ. അയ്യോ, എന്റെ കണ്ണിന് എന്താണ് പറ്റിയേ? ഇത്രയും വലിയ നീ ഇവിടെ നിന്നിട്ട് ഞാൻ കണ്ടില്ല. നീ എപ്പോഴാ വന്നേ? ഞാൻ കുറച്ചു നേരം വന്നിട്ട്. അല്ല, എന്നെ കാണാതെ അങ്ങ് പോകേണ്ട കാര്യം എന്താണ്? അല്ല, ഞാൻ കണ്ടില്ല. നീ ഇവിടെ ഇരിക്കണ ഞാൻ ശ്രദ്ധിച്ചില്ല. അതാ ഞാൻ ഈ മീറ്റിങ്ങിന്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ടേ നടക്കുമായിരുന്നു. ആ, നീ പോയ കാര്യം എന്തായി? കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അമ്മനെ കണ്ടായിരുന്നോ? എന്നിട്ട് നീ എന്ത് ചെയ്യും?
നീ വന്നിട്ട് അമ്മേനെ കണ്ടായിരുന്നോന്ന്? ഇല്ല. ആ എന്ത് കാര്യം? എടാ എന്ത് കാര്യം? അമ്മേനെ കണ്ടോ? അമ്മേനെ നീ സാധാരണ അമ്മയുടെ അടുത്ത് പോയി ഇരിക്കുവല്ലേ, അതുകൊണ്ട് പറഞ്ഞത്. എന്താന്ന്? എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലേ? ചുറ്റിക്കളി വെറുതെ എനിക്ക് എന്റെ നാത്തൂനെ അമ്മേനെ കാണാൻ പാടില്ലേ? എന്തോ ഉണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാം കേട്ടാ. ആ പിടി പിടി. അറിയാലോ. ഓ വന്നേ. എന്താ? അമ്മ ഇതുവരെ അവനെ കണ്ടിട്ടില്ല. അവനിപ്പോഴാണ്. അമ്മ എന്തേ? അമ്മ പിന്നെ കുളിക്കുന്നു. ഞാനിപ്പോ ചൂടുവെള്ളം കൊണ്ട് കൊടുത്തേ ഉള്ളു. തല കുളിക്കാൻ തുടങ്ങിയുള്ളു. അമ്മ ഇപ്പൊ അവനെ കാണരുത്. എന്താ? നീ ടെൻഷനായില്ലെങ്കിൽ ഒരു കാര്യം പറയാം. എന്ത്? ഒന്ന് പറയേച്ചി മനുഷ്യ. നീ പറയണതിന് മുമ്പ് ടെൻഷൻ അടിക്കണ എന്തേ? ചേച്ചി മുങ്ങുമ്പോ തന്നെ ടെൻഷൻ അടിച്ച് ചാവും. നിന്റെ റൊണാൾഡോ ചാച്ച മുങ്ങി. എങ്ങോട്ട്? എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ രാവിലെ കഴിക്കാൻ വേണ്ടി വിളിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഷർട്ടില്ല, ബാഗില്ല, അവൻ്റെ ഒന്നുമില്ല. എപ്പോൾ എഴുന്നേറ്റ് പോയെന്ന് ഒരു പിടിയില്ല. ഞാനും എങ്ങോട്ടെങ്കിലും മുങ്ങട്ടെ. നീ എവിടെ പോയി മുങ്ങാൻ പോണം? നേരത്തെ ആലോചിക്കണം. അവന് വീണടാ വിഷ്ണു ലോകം. നീ അങ്ങനെയാണോ? എന്റെ കർത്താവേ. അതേ സമയം ഇവിടെ നിൽക്കണ്ട. വാ, ഞാൻ അമ്മ എങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. ആ എന്താണ് പെൺപുലികൾ? എന്താണ് നന്നായിട്ട് അഭിനയിച്ചായിരുന്നു. ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ വിട്ടു കളയുന്ന ആരെങ്കിലും പറഞ്ഞോ? നിനക്ക് ഒരു വാക്ക് എന്നോട് ചോദിക്കായിരുന്നില്ലേ? ചേച്ചി ഞാൻ എന്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞപ്പോ ഞാൻ കൊടുത്തു പോയതാണ്. കഴിഞ്ഞപ്പോ കൊഞ്ഞിട്ട് പോയി. എവിടെ പോയിരിക്കായിരുന്നു? ഇത് പിടി. കൊടുത്തത് എവിടെ പൈസ? അതൊന്നും തന്നെ ഇരിക്കണ്ട. അത് തന്നെ ആണല്ലോ. എന്റെ പൊന്നുമോനെ, ഇത്രയും പൈസ നീ ഇവിടെ ഒപ്പിച്ച് ഇനി വല്ല പോലീസും വരും എന്റെ പുറകെ? പോലീസ് അല്ല, ഇനി എന്റെ കുറെ പട്ടാളം വന്നാലും എനിക്കെന്നെ ലില്ലിപ്പന്റെ ജീവിതമല്ലേ വരുന്നത്. സന്തോഷമായില്ലേ? സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന എപ്പ നല്ലത്. കനകനുണ്ട് ഇവിടെ. ഒന്നുമില്ല. ലില്ലി നിന്റെ ഫോൺ അടിക്കുന്നു. നിന്റെ ഫോൺ അടിക്കുന്നു. ഫോൺ എന്താ നീ വെറുതെ ഞങ്ങളിങ്ങനെ വർത്താൻ സുഖമല്ലേടാ? അവന്റെ എന്തോ എവിടെയോ പോയിട്ട് ഇങ്ങനെ വന്ന് അപ്പൊ അമ്മ ഇങ്ങനെ കുളി കഴിഞ്ഞ് വന്നപ്പോ അമ്മ ഇങ്ങനെ വർത്താനം പറഞ്ഞു. അത്രേ ഉള്ളു. റോസ് ചേച്ചിയാ. എടുത്തോ. ചുമ്മാ വെറുതെ. ഹലോ. ആ റോസി, ഞങ്ങളിവിടെ ഉണ്ട്. ഇല്ല, അവൻ വന്നിട്ടില്ല. അവന് ഇല്ല, ഇവിടുന്ന് ഇല്ല, ഇങ്ങോട്ട് വന്നില്ല. എന്നാ നീ അവിടെ തന്നെ നിന്നാ വരുമായിരിക്കും. ആ ശരി. അവള് ഏതോ ജ്വല്ലറിയില് നിക്കുവാന്ന് പറഞ്ഞു. നീ അവളുടെ അരപ്പവൻ മേടിച്ചിട്ട് ഒരുവനാക്കി കൊടുക്കാന്ന് പറഞ്ഞല്ലേ? ഇപ്പൊ എന്താ ചെയ്യണേ? എന്തോടെ ഇത്? ആരെങ്കിലും ഒരാൾ വാ തുറന്ന് പറയാൻ കാര്യം? അങ്ങനെ പറയാനും മാത്രമൊന്നും ഇല്ല. ഒരു പെങ്ങള് ഒരു ആങ്ങളയുടെ അവസ്ഥ കണ്ടപ്പോ മുന്നും പിന്നും നോക്കാതെ സഹായിച്ചു. അപ്പോ പെങ്ങൾക്ക് പിന്നെ വേറൊരു അവസ്ഥ വന്നപ്പോ ആങ്ങളെയും മുന്നും പിന്നും നോക്കാതെ സഹായിച്ചു. നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്. പക്ഷെ ആങ്ങളെ സഹായിച്ചത് ഭാര്യനെ പറ്റിച്ചിട്ടായിരുന്നു.
നിങ്ങൾ സഹായിച്ചു അങ്ങനെ തന്നെയല്ലേ? ഏതാണ്ട്. ഇങ്ങോട്ടെങ്ങണം വരുമെന്ന് പറഞ്ഞോ? ഒന്നും പറയാൻ പറ്റില്ല. തൽക്കാലം ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി രക്ഷപ്പെടുന്നതായിരിക്കും ബുദ്ധി. നിങ്ങളിതല്ലേ ഉം, ഉം, ആങ്ങളതോ ആ പോണത്? ഉം. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കലങ്ങി തിരിഞ്ഞ് ഓക്കെ ആയല്ലോ? സംഭവം ക്ലിയർ അല്ലേ? അതറിഞ്ഞോ? അയ്യോ